എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ചെടിയൊക്കെ വളർന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് പോയിട്ട് പൂക്കളൊക്കെ അങ്ങനെ നിൽക്കണത് കണ്ടോ. ഈ പ്രാവ് പോലത്തെ ഓർക്കിഡ് വിരിഞ്ഞു പിറ്റേ ദിവസം തന്നെ അത് വാടിപ്പോകും കേട്ടോ. പ്രാവ് ഓർക്കിഡാണിത്. ശരിക്കും പ്രാവിനെ പോലെ ഇരിക്കും. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. വെയിൽ വന്നാൽ പിന്നെ വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചെമ്പരത്തിയുടെ മുട്ടുകളൊക്കെ വിരിയാറായി നിൽക്കുക കേട്ടോ. നാളെ വിരിയുള്ളൂ. കുറേ മുട്ടുകളുണ്ട്, ധാരാളം. ഓർക്കിഡിലൊക്കെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ഈ ഓർക്കിഡ് കുറേ ദിവസം വാടാതെ നിൽക്കും കേട്ടോ. ഇത് ഡെൻഡ്രോബിയം ഇനത്തിൽപ്പെട്ടൊരു ഓർക്കിഡാണ്. ഇത് കുറേ ദിവസം വാടാതെ നിൽക്കും. കുഞ്ഞിപ്പെണ്ണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ചാടി ഓടി പോകാൻ പോവാട്ടോ, നമ്മുടെ ചിണ്ടൻ കുഞ്ഞിനെ പേടിച്ചിട്ട്. ഇവിടെ കുഞ്ഞിവാലൻ പൂച്ചവാലൻ, കുഞ്ഞി പൂച്ചവാലനിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ ഉണ്ടായിരുന്ന ഇങ്ങനെ വേലിയുടെ അരികത്തൊക്കെ ഉണ്ടായിരുന്ന വലിയ പൂച്ചവാലനുണ്ടല്ലോ, അതിൻ്റെ മിനിയേച്ചറാണിത്. നല്ല ഭംഗിയുള്ള നല്ല മുല്ലപ്പൂ പോലത്തെ പിങ്ക് മുല്ലപ്പൂക്കൾ. ഇനി വേറെന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയിട്ടോ. ധാരാളം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മരമുല്ലപ്പൂക്കൾ അങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. തീരാറായി. മുഴുവനും പൂത്ത് കഴിയുമ്പോൾ കുറേ ദിവസം ഇങ്ങനെ പൂവൊന്നും ഇല്ലാണ്ട് നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞ് നിറയെ പൂക്കൾ വീണ്ടും ഉണ്ടാവും. ഞാൻ DAP ഇട്ട് കൊടുക്കും. അപ്പോൾ വീണ്ടും പൂക്കളുണ്ടാവും. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. എല്ലാ കാണുന്നവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും സർവ്വജീവജാലങ്ങളെയും ചെടികളെയും ഒക്കെ സ്നേഹിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും അതിനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡെൻഡ്രോബിയം പോലെ തന്നെ ഫെലനോപ്സ് എന്ന് പറഞ്ഞൊരു ഓർക്കിഡ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് കാണിക്കാൻ പോണത് കേട്ടോ. അത് എൻ്റെ കയ്യിലുണ്ട്. അതിനെ ഒച്ചെല്ലാം തിന്ന് ചീത്തയായി നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ നമുക്കത് എങ്ങനെ ഒന്ന് നന്നാക്കി എടുക്കാം, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് നമ്മുടെ ചിണ്ടൻ കുഞ്ഞും അമ്മിണി എല്ലാ പൂച്ചകളും നമ്മുടെ ജൂലിക്കുട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയാം, അതുകൊണ്ടാണത് പറഞ്ഞത് കേട്ടോ. ചെടികളുടെ വീഡിയോ ആണ് കൂടുതലും ലോങ് വീഡിയോയിൽ കാണിക്കുന്നത്. കൂടുതലും എന്താ പറയുക, അതാണ് ആൾക്കാർക്ക് ഇഷ്ടം. അതുകൊണ്ട് പൂച്ചകളൊക്കെ ഷോർട്ട് വീഡിയോയിലാണുള്ളത്. അപ്പോൾ അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടു നോക്കിയാലോ. ഒച്ച തിന്ന് നശിച്ചു പോയ എൻ്റെ ഓർക്കിഡ് ചെടി എങ്ങനെയാണ് ഞാനതിനെ നന്നാക്കി എടുക്കാൻ പോകണമെന്ന് കാണിച്ചു തരാം. മഴക്കാലത്താണ് ടോച്ചിൻ്റെ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ഇലകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ വേരുകളൊക്കെ നശിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് ചട്ടിയാണ് ഞാൻ എടുക്കുന്നത്. അത് നിറയെ ഹാങ് ചെയ്ത് വേണമെങ്കിൽ ഇടാനായിട്ടും പറ്റും കേട്ടോ. താഴെ വയ്ക്കുകയോ ഹാങ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. മറ്റേതൊരു മണ്ണിൻ്റെ ചട്ടിയാണ്, ഹോൾസൊക്കെ ഉള്ളൊരു ചട്ടിയാണ്. ഫെലനോപ്സിസ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ഓർക്കിഡാണ് കേട്ടോ ഇത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഫെലനോപ്സിസ് വർഗ്ഗത്തിൽപ്പെട്ട ചെടി നടുന്നത്. എൻ്റെ കയ്യിലും ഡെൻഡ്രോബിയാണ് ഉള്ളത് കേട്ടോ കൂടുതലും. ഇതിന് ഞാൻ കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇതിൽ ചേർക്കണമെന്ന് കാണിച്ചു തരാം. കുറച്ച് കരിക്കട്ടകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഓടും കഷ്ണം, പിന്നെ കുറച്ച് ചകിരി. അത് നല്ല വെള്ളത്തിലിട്ട് അതിൻ്റെ പുളിപ്പൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഇളക്കി എടുക്കാൻ തന്നെ വലിയ കഷ്ടപ്പാടാണ് കേട്ടോ. കാരണം കുറേ നാളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അത് ചട്ടിയുടെ ചുറ്റിലേക്കും അതിൻ്റെ വേരെല്ലാം പിടിച്ചിട്ട് അത് ഇളകി ഇങ്ങോട്ട് വരണില്ല. അതിൽ പൂക്കളും ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം പൂവുണ്ടായിട്ടില്ല കേട്ടോ. ഇതിന് മുമ്പ് പൂവുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ ഈ ചെടി. അപ്പോൾ നമുക്കതിൻ്റെ മോശമായിട്ടുള്ള ചീത്തയായ വേരുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിലും ഇതുപോലെ ചെടികളുണ്ടെങ്കിൽ അങ്ങനെ പൂവുണ്ടാവണമല്ലോ എന്ന് വിചാരിച്ചങ്ങനെ വിഷമിച്ചിരിക്കാതെ ഇതുപോലെ അതിൻ്റെ വേരുകളൊക്കെ ശരിയാക്കിയാൽ മാത്രമാണ് പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. വെറുതെ വളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ. ഞാനപ്പോൾ അത് എടുത്തുകൊണ്ട് പോയി അതിൻ്റെ വേരുകളെല്ലാം പുറത്തു കൊണ്ടുപോയി വെട്ടിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോഴും വീണ്ടും ചെറിയ ഉണക്ക വേരുകളൊക്കെ ഉണ്ട്. എനിക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് പൂച്ചകളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട് കേട്ടോ. അവർക്ക് ഞാൻ എന്തോ ചെയ്യുകയാണെന്ന് വിചാരിച്ചിട്ട് എന്നെ ചുറ്റിലും ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ചിണ്ടൻകുഞ്ഞ് ഇവിടെ താഴെ തന്നെ ഉണ്ട് കേട്ടോ. എന്നെ കടിക്കുന്നു, മാന്തുന്നു, അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വീഡിയോ എടുക്കുന്നത് വലിയൊരു കഷ്ടപ്പാടാണ്. അപ്പോൾ ഞാൻ കറ്റാർവാഴയുടെ ജെല്ല് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടിങ്ങനെ തേച്ച് അതിൻ്റെ വേരുമലൊക്കെ ഒന്ന് കൊടുക്കുക. അതിന് ശേഷം അവസാനം നമുക്ക് ഒഴിച്ചൊക്കെ കൊടുക്കാം കേട്ടോ, വെള്ളമൊക്കെ ചേർത്തിട്ട്. അപ്പോൾ കറ്റാർവാഴ നല്ലൊരു റൂട്ടൊക്കെ പിടിക്കാനായിട്ട് നല്ലൊരു കാര്യമാണ്. നല്ലൊരു വളമെന്നോ എന്താ പറയുക, എന്ത് വേണമെങ്കിലും പറയാം, വളമായിട്ടും റൂട്ട് പിടിക്കുന്നൊരു കാര്യമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം.
ചെറുതിനെ ഞാൻ അങ്ങനെ മുക്കിയെടുത്തു. അത് ചെറിയൊരു തൈയാണല്ലോ, അതിനധികം വേരുകളൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ മുക്കിയെടുത്തു. ഇതും പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിടിക്കുമായിരിക്കും. ഞാൻ നടുന്ന ചെടികളൊന്നും അങ്ങനെ പിടിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ചിണ്ടൻ കുഞ്ഞിൻ്റെ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴെ എന്നെ കാലിലിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പ്രേംചേട്ടനെ വിളിക്കുന്നുണ്ട്, വന്ന് അവനെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചകിരി എടുത്തിട്ട്, ചകിരി നന്നായിട്ട് അതിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കണ ചകിരിയാണ് കേട്ടോ. ഇനി അതുകൊണ്ടൊരു കുഴപ്പം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം ആ ചകിരിയൊക്കെ അതിനെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം കരിയൊക്കെ ചട്ടിക്കകത്തേക്ക് ഇട്ടിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, ഇത് വല്ലാതെ ആഴത്തിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇതിനെ റൂട്ട് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഓർക്കിഡുകൾ വെച്ച് കൊടുക്കണമെങ്കിൽ. അല്ലാതെ അത് താത്തി വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല കേട്ടോ, അത് ശരിയാവില്ല. അത് കുറച്ച് കരിയും അങ്ങനെ ഓടും കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ജെല്ലും കൂടെ ഒഴിച്ച് അതിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെക്കണം. ഇതിൻ്റെ റൂട്ട് ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വേണം. എന്നാൽ ഇത് നന്നായിട്ട് ഇരിക്കുകയും വേണം, പെട്ടെന്ന് വീണ് പോവാത്ത രീതിയിൽ വേണം നട്ട് കൊടുക്കാൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ വേരുകളെല്ലാം പിടിച്ച് പിന്നെ അത് വീണ് പോവാത്ത രീതിയിലായിക്കോളൂ കേട്ടോ. അപ്പം അങ്ങനെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനിടയ്ക്ക് കൊതുകടിയുണ്ട്, ചിണ്ടൻ കുഞ്ഞിൻ്റെ കടിയുണ്ട്. അങ്ങനെ വല്ലാത്ത കഷ്ടപ്പാടിലാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം പ്രതീക്ഷിക്കുന്നു. ഓരോ വീഡിയോയും എത്ര കഷ്ടപ്പാടാണ്. പ്രേംചേട്ടൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അത്ര ശല്യമായപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു. കണ്ടോ, ഇങ്ങനെ രണ്ടും ഞാൻ നല്ല ഭംഗിയായിട്ട് നട്ടെടുത്തിട്ടുണ്ട്. ഇനി പൂക്കളുണ്ടാകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പൂക്കളുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാത്തിലും പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇത് നടുമ്പോൾ. അപ്പോൾ അതുപോലെ പൂക്കൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കറ്റാർവാഴ ജെല്ലിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളെന്താ പറയുക, രാസവളങ്ങളോ വസ്തുക്കളൊന്നും അല്ലല്ലോ, നാച്ചുറലായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് അങ്ങനെ ദോഷമൊന്നും വരില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യസമേതം ഇതൊക്കെ ചെയ്തു കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇലകളിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു കറ്റാർവാഴ മനുഷ്യന് മാത്രം വേണ്ട കാര്യം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നീട് പലരും പറഞ്ഞും അറിഞ്ഞും ഒക്കെ കേട്ടിട്ടാണ് ഞാനിതൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്കും തോന്നി വേറെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അധികം ചിലവില്ലാത്ത രീതിയിൽ നമുക്കിത് നട്ടെടുക്കാമല്ലോ. നമ്മൾ കരിക്കഷ്ണങ്ങളും ചകിരിയും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കരിക്കട്ട രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ചകിരിയൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഇത് വളരെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി പോലത്തേനൊക്കെ വലിയ വിലക്കുറവാണ്. അപ്പോൾ അത് ഓർക്കിഡ് വളരെ ഈസി ആയിട്ട് നമുക്ക് നട്ട് വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. രണ്ടും നല്ല ഭംഗിയായി നട്ട് വെച്ചിട്ട് ഇനി ചിണ്ടൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കട്ടെ. കുറച്ച് ദിവസം ഇതൊക്കെ നോക്കൂ ഇത് എന്താ സംഭവം എന്ന്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.